നമസ്കാരം, ഞാൻ ടീന അന്ന മാത്യു. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഉള്ളു നിറച്ച ഉഴവൂർ ചിരി. രാവിലെ കൊച്ചിയിൽ അന്തരിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന് രാഷ്ട്രീയ കേരളത്തിന്റെ അഞ്ജലി. നഷ്ടമായത് ചാഞ്ചല്യമില്ലാത്ത ഇടതുപക്ഷത്ത് നിന്ന് നേതാവിനെ എന്ന് മുഖ്യമന്ത്രി പിണറായി. രാഷ്ട്രീയ സങ്കീർണതകളെ നർമ്മം കൊണ്ട് മറികടന്ന നേതാവായിരുന്നു വിജയനെന്ന് രമേശ് ചെന്നിത്തല. പ്രസംഗവേദികളെ നിലയ്ക്കാത്ത ചിരിയിൽ മുക്കിയ ജനനേതാവിന്റെ വിയോഗം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 7 മണിയോടെ. കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്ന ഉഴവൂർ വിജയനെ മരണം കവർന്നെടുത്തത് 60-ാം വയസ്സിൽ. വൈകിട്ട് കോട്ടയം തിരുനക്കര മൈതാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം നാളെ ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഉഴവൂരിനെ എന്നും ജനകീയനാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ തൊടുത്ത ചിരിമുനകൾ. KSUവിലൂടെ പൊതുരംഗത്തെത്തുകയും കോൺഗ്രസിലൂടെ രാഷ്ട്രീയ വളർച്ച നേടുകയും ചെയ്ത വിജയൻ NCPയിലെത്തിയത് കോൺഗ്രസ് എസിലൂടെ. NCP തൊഴിലാളി വിഭാഗമായ INLCയുടെ അധ്യക്ഷ പദവി ഉൾപ്പെടെ നിരവധി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. പരാതിയുടെ നേരും പതിരും. MLA അറസ്റ്റിലായ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ സഹോദരിക്കെതിരെ കേസെടുക്കാൻ നീക്കം. വിൻസെന്റിനെതിരെ പരാതി നൽകരുതെന്ന് സഹോദരി ഭീഷണിപ്പെടുത്തിയതായി വീട്ടമ്മയുടെ മൊഴി. താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഈ ഭീഷണിക്ക് ശേഷമെന്നും അന്വേഷണ സംഘത്തിന് നൽകിയ രഹസ്യമൊഴിയിൽ പരാതിക്കാരി. രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ വീട്ടമ്മയുടെ സഹോദരി ഭർത്താവിനെതിരെയും കേസെടുക്കുമെന്ന് സൂചന. അതേസമയം പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ആരോപിച്ച് MLAയുടെ ഭാര്യയും രംഗത്ത്. ആരോപണം വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ CPM തിരക്കഥയെന്ന് കോൺഗ്രസ് ആക്ഷേപത്തിന് പിന്നാലെ. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ വിൻസെന്റ് MLA പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട്. നെയ്യാറ്റിങ്കര കോടതി 14 ദിവസം റിമാൻഡിൽ അയച്ച MLA ഇപ്പോൾ നെയ്യാറ്റിങ്കര സബ് ജയിലിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി വിൻസെന്റ്. പദവിയിൽ പാർട്ടി നടപടി. പീഡനക്കേസിൽ അറസ്റ്റിലായ വിൻസെന്റ് MLA ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി KPCC. ജനാധിപത്യ മര്യാദ പാലിച്ചുള്ള നടപടി. വിൻസെന്റ് കുറ്റവിമുക്തനാക്കപ്പെടുന്നതുവരെയെന്ന് വിശദീകരണം. MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന് KPCC തീരുമാനം. വിൻസെന്റിന്റെ അറസ്റ്റ് ആസൂത്രിതമായ രാഷ്ട്രീയ പദ്ധതി അനുസരിച്ച്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് നെയ്യാറ്റിങ്കര MLAയും CPM നേതാക്കളുമെന്ന് MM ഹസൻ. അതേസമയം വിൻസെന്റിന്റെ രാജി ആവശ്യത്തിൽ വനിതാ നേതാക്കൾ നിലപാട് കടുപ്പിക്കവേ പാർട്ടി നടപടി കോൺഗ്രസിൽ പുതിയ വിഭാഗീയതയ്ക്ക് വഴിവെച്ചേക്കുമെന്ന് സൂചന. MLAയുടെ രാജി തടഞ്ഞ് കോവളത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള പിരിമുറുക്കത്തിൽ പാർട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി ജമീല പ്രകാശത്തെ മറികടന്ന് വിൻസെന്റ് സഭയിലെത്തിയത് കേവലം 2615 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പുതിയ സാഹചര്യത്തിൽ പാർട്ടിക്ക് വിജയം ആവർത്തിക്കുക അസാധ്യം. കോഴയിൽ കേന്ദ്ര ഊഴം. BJPയെ കുരുക്കി മെഡിക്കൽ കോഴ വിവാദത്തിൽ അന്വേഷണം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വിട്ട് സംസ്ഥാന ഘടകം. അന്വേഷണവും നടപടിയും ഏതു വിധത്തിൽ വേണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിനിടെ മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം CBI അന്വേഷിക്കുമെന്നും റിപ്പോർട്ട്. ഡൽഹിയിൽ BJP നേതാക്കളുടെ ഏജന്റായി ചമഞ്ഞ സതീഷ് നായരെ കേന്ദ്രീകരിച്ച് ഇന്റലിജൻസ് അന്വേഷണം. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ ഇയാൾ നേരത്തെയും പാർട്ടിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി സംശയം. രാജ്യതലസ്ഥാനത്ത് ഗാസിയാബാദ് ഉൾപ്പെടെ പലയിടത്തും സതീഷ് നായർക്ക് വീടുള്ളതായും വിവരം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.